റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയായിരുന്നു. ഇന്ത്യയിലെത്തിയ പുടിന് വൻ സ്വീകരണവും അത്താഴ വിരുന്നും നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി ഹൈദരാബാദ് ഹൌസിൽ നിർണായക കൂടിക്കാഴ്ചയും നടത്തി. ശേഷം പുടിന് കൈനിറയെ സമ്മാനങ്ങൾ നൽകിയാണ് മോദി ആ കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നതെന്ന് അറിയിച്ചുകൊണ്ട് റഷ്യൻ ഭാഷയിലുള്ള ഭഗവത്ഗീതയാണ് മോദി പുടിന് നൽകിയ സവിശേഷമായ സമ്മാനം. ഭഗവത്ഗീതയ്ക്ക് പുറമെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക വൈവിധ്യവും പൈതൃകവും വിളിച്ചോതുന്ന കരകൗശല വസ്തുക്കളും പുടിനു വേണ്ടി മോദി നൽകി. രുചികരമായ അസം ബ്ലാക്ക് ടീ, കാശ്മീരി കുങ്കുമപ്പൂവ്, കൈകൊണ്ട് നിർമ്മിച്ച വെള്ളിക്കുതിര, മാർബിൾ ചെസ് സെറ്റ്, വെള്ളിയിൽ തീർത്ത ചായ സെറ്റ് എന്നിങ്ങനെ നീളുന്നു ആ സമ്മാനങ്ങളുടെ നിര. ഫലഭൂയിഷ്ഠമായ ബ്രഹ്മപുത്ര സമതലങ്ങളിൽ വളരുന്ന അസം ബ്ലാക്ക് ടീ ലോകത്തെ ഏറ്റവും രുചികരമായ ചായകളിൽ ഒന്നാണ്. ആരോഗ്യ ഗുണങ്ങൾക്കും ഏറെ പേരുകേട്ട അസം ടീയുടെ പരമ്പരാഗതമായ നിർമ്മാണ രീതിയും ഏറെ പ്രശസ്തമാണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ് കാശ്മീരി കുങ്കുമപ്പൂവ്. ആരോഗ്യപരമായ ഗുണത്തോടൊപ്പം രുചിയും സുഗന്ധവും കാശ്മീരി കുങ്കുമപ്പൂവിനെ ലോകത്തിലെ ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാക്കി മാറ്റുകയാണ്. പാചകത്തിൽ പ്രത്യേകിച്ച് മധുര പലഹാരങ്ങൾ, ബിരിയാണി തുടങ്ങിയ വിഭവങ്ങൾക്കും ചർമ്മ സംരക്ഷണത്തിനും ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും കുങ്കുമപ്പൂവ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മാർബിൾ ചെസ് സെറ്റാണ് അടുത്ത സമ്മാനം. ആഗ്രയിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ പരമ്പരാഗത ശൈലിയിൽ കൈകൊണ്ടാണ് ഈ മാർബിൾ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. കറുപ്പ് നിറത്തിലും വെളുപ്പ് നിറത്തിലുമുള്ള മാർബിളിനു പുറമെ മരം, വിലയേറിയ കല്ലുകൾ എന്നിവയും ചെസ് സെറ്റ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത സമ്മാനമാകട്ടെ ആരെയും ആകർഷിക്കുന്ന ഒരു വൈവിധ്യമായ അലങ്കാരമാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കൈകൊണ്ട് നിർമ്മിച്ച വെള്ളിക്കുതിരയെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. ഇന്ത്യയുടെ ലോഹ കരകൗശല പാരമ്പര്യങ്ങളുടെ മികവ് പ്രകടമാക്കുന്ന ഒന്നായി ഈ വെള്ളിക്കുതിര മാറുകയാണ്. അന്തസ്സിന്റെയും വീര്യത്തിന്റെയും പ്രതീകമായ കുതിരകൾ ഇന്ത്യ റഷ്യ സംസ്കാരങ്ങളിൽ ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന ഒന്നുമാണ്. ഇന്ത്യയും റഷ്യയും പരസ്പരം പങ്കിടുന്ന പൈതൃകത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഈ സമ്മാനമെന്നാണ് മോദി എക്സ് പോസ്റ്റിൽ കുറിച്ചത്. ഈ സമ്മാനങ്ങൾ കൊണ്ട് തീർന്നില്ല. ബംഗാളിന്റെ ലോഹപ്പണി പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളുള്ള മുർഷിദാബാദ് സിൽവർ ടീ സെറ്റ് ആയിരുന്നു സമ്മാനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊന്ന്. ഇന്ത്യയിലും റഷ്യയിലും ചായയ്ക്ക് ആഴത്തിലുള്ള സാംസ്കാരിക പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് മോദി സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഈ വെള്ളി ചായ സെറ്റ് കൂടി ഉൾപ്പെടുത്തിയത്. ഇന്ത്യ എത്രത്തോളം വൈവിധ്യപൂർണ്ണമാണെന്നും ഇന്ത്യയുടെ നാഗരിക പൈതൃകം എങ്ങനെയാണെന്നും സൂചിപ്പിക്കുന്ന സമ്മാനങ്ങൾ തന്നെയാണ് മോദി പുടിന് നൽകിയതെന്നാണ് ചിത്രങ്ങൾ കണ്ട് സമൂഹ മാധ്യമവും പ്രതികരിച്ചത്.